ഗൈസ് ഇന്നത്തെ വർക്കൗട്ട് പുഷ്ടിയാണ്. ഷോൾഡർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പുഷ്ടിയാണ് വരുന്നത്. സോ ഫസ്റ്റ് തന്നെ ലാറ്റർ റൈസ് ക്യാബിളിലാണ് ചെയ്തിട്ടുള്ളത്. ഡംബൽസിന് പകരം ക്യാബിൾ ചെയ്ത് ഇതൊരു 4 സെറ്റ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ എല്ലാ പുഷ്ടിയിലും ലാറ്റർ റൈസ് ഫസ്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ലാറ്റർ റൈസ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ പുഷിംഗ് മൂവ്മെൻറ്റും വരുന്നത്. സോ അതിന് മെയിനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ലാറ്റർ ഹെഡ് കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വർക്കൗട്ട് ഒരു സ്മിത്ത് മിഷനിൽ പ്രസ്സാണ്, ഓവറൈഡ് പ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 3 സെറ്റ്സ് തന്നെ 8 to 12 റെപ്പറ്റേഷൻ റേഞ്ചിൽ വരുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് ഷോൾഡർ ഡേയ്സിൽ ഫസ്റ്റ് എപ്പോഴും പ്രസ്സിങ് മൂവ്മെൻറ്റ് ചെയ്ത ശേഷം ലാറ്ററൽ റൈസ് ആണെങ്കിലും ഫ്രണ്ട് റൈസ് ആണെങ്കിലും ചെയ്യുന്നതാണ് കാണുന്നത്. ബട്ട് എൻ്റെ വർക്കൗട്ടിൽ ഞാനെപ്പോഴും ഫസ്റ്റ് ലാറ്റർ ഹെഡ് ഹിറ്റ് ചെയ്ത ശേഷമാണ് പ്രസ്സിങ് മൂവ്മെൻറ്റ്സ് ആയാലും റിയൽ ഡേറ്റിൻ്റെ എല്ലാം ചെയ്യുന്നത്. ദെൻ തേർഡ് വർക്കൗട്ടായിട്ട് ഒരു ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് സ്മിത്ത് തന്നെ ചെയ്തിട്ടുള്ള 3 സെറ്റ്സിൻ്റെ 8 to 12 റെപ്പറ്റേഷൻ റേഞ്ചിൽ അത് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെയും റിയൽ ഡെൽറ്റിന് വേണ്ടിയിട്ട് ഒരു റിവേഴ്സ് ക്യാബിൾ ഫ്ലൈ ആണ് ചെയ്തിട്ടുള്ളത്. അതൊരു 3 സെറ്റ്സിൻ്റെ തന്നെ 10 to 15 റെപ്പറ്റേഷൻ റേഞ്ച് വരുന്നുണ്ട്. ദെൻ ഫൈനലി ചെസ്റ്റിനൊരു സെക്കൻഡ് വേരിയേഷൻ ക്യാബിൾ ഫ്ലൈസ് ആണ് ചെയ്തിട്ടുള്ളത്. ട്രൈസെപ്സിന് ഒരു സിംഗിൾ ആം ഓവർഹെഡ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു 4 സെറ്റ്സിൻ്റെ 8 to 12 റെപ്പറ്റേഷൻ റേഞ്ചിൽ വരുന്നുണ്ട്. ഇനി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് എൻ്റെ വീഡിയോനെ പറ്റിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനക്കും കൂടെ കുറച്ച് ബെറ്റർ ആയിരിക്കും. സോ ഞാനത് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എങ്കിൽ മാത്രമേ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നത് ത്രൂ നിങ്ങളുടെ വർക്കൗട്ട് ബെറ്റർ ആക്കാൻ പറ്റും, എന്തെങ്കിലും കൺഫ്യൂഷൻ്റെ അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. സോ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഡെയിലി വരുന്ന വീഡിയോസിന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നോക്കുക. സോ അതെനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും.